ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്റെ ബാക്കത്തെ ഡ്രസ്സ് കണ്ടിട്ട് ആരും ഞെട്ടണ്ട. മഴയല്ലേ, മഴ ആയ കാരണം ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഞാൻ ഉണക്കിയിട്ട് കേട്ടോ. ഞങ്ങളിവിടെ സ്ഥലം കുറവാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട്, ഇവിടെ അടുക്കളയിൽ ലൈറ്റ് കുറവാട്ടോ, ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്താ പറയല്, നമുക്ക് നിന്ന് സംസാരിക്കാം. ഞാൻ സ്റ്റാൻഡുമ്പോ വെക്കട്ടെ, സ്റ്റാൻഡ് വെച്ച് കിട്ടാ സംഭവം. എനിക്ക് രണ്ടുണ്ട് കാര്യം. അരിയും ചെയ്യാക്ക് നിങ്ങളോട് സംസാരിക്കും ചെയ്യാല. ഞാൻ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഞാനൊരു ചാനലൊക്കെ തുടങ്ങി, സെക്കൻഡ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അതിന്റെ ഒരു സ്കിറ്റ് കണ്ട് എടുത്തിട്ട് അതന്നെ ചുമ്മാ ലോങ് വീഡിയോ ലോങ് വീഡിയോ എന്നാ പറഞ്ഞത്. നമ്മളെ മെയിൻ ചാനലിലേക്ക് എടുത്തിന് സ്കിറ്റ് ആയിരുന്നു കേട്ടോ. ഇതിലവിടെ കിടന്നോട്ട് വെച്ചിട്ട് ഇട്ടതാണ്. ഇതിൽ അത്ര തോന്നെ വലിയ സബ്ബൊന്നും ആയിട്ടില്ല. ഞാൻ എന്താ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് ഇതിൽ തുടർക്കഥ ഇടട്ടോ. നമ്മളെ മെയിൻ ചാനലില് ഒരു പാർട്ടുമ്പോ തീരുന്ന കഥയും ഇതിമ തുടർക്കഥ. ഇതിന്റെ തുടർക്കഥ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. മെയിൻ ചാനലില് തുടർക്കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്യൂസ് കിട്ടൂല. നമ്മള് എന്താ പറയല്, ആദ്യം തന്നെ ഓരോ കഥ ഇട്ടിട്ടിട്ടിട്ട് ഇതായില്ലേ, അയിമക്കൊരു ഇതായില്ലേ. അപ്പൊ ഇത് തുടർക്കഥ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതില് തുടർക്കഥ ഇടാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ അതില് ഞാന് ഈ അപ്പൊ ഇതിന്റെ തൊള്ളയെ പോയിക്കൊണ്ടിരിക്കണ്ട്, ഒന്നും തോന്നരുത് കേട്ടോ. എന്റെ ഒരു അവസ്ഥയാണ്. എനിക്ക് ഈ ക്യാമറയൊക്കെ നോക്കി സംസാരിക്കും. ഭൂഷൺ ടീച്ചർ വിളിച്ചതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ ക്യാമറയൊക്കെ നോക്കി സംസാരിക്കുമ്പോ എന്താണെന്നറിയില്ല, എപ്പോഴും അപ്പോന്ന് വരും. അത് മെയിൻ ഒരു സംഭവമാണ് എനിക്ക്. അപ്പൊ ഞാൻ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിലുമേല് തുടർക്കഥ ഇടട്ടാ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമുക്ക് ഈ ചാനലിൽ അങ്ങനെ മുന്നോട്ട് പോവാം. മെയിൻ ചാനലിൽ നമുക്ക് ഒരു പാർട്ടുമ്പോ കഴിയുന്നത് ഇടാം. പിന്നെ ഇതില് തുടർക്കഥ മാത്രല്ല, ഡൈമ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാ. ഇന്റെ ഹോം ടൂർ ഇടാ, ഇന്റെ ഉപ്പാന്റെ വിശേഷങ്ങൾ ഇടാ. ഇന്റെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്റെ ഉപ്പാന്റെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയാലോ. നിങ്ങൾ ഇന്നെ എത്രത്തോളം നിങ്ങൾ ഇന്നെ സ്വീകരിച്ചിട്ടെന്ന് എനിക്കും നല്ല അറിയട്ടെ. അതേപോലെ അപ്പൊ എല്ലാവരും വിശേഷങ്ങളും ഇടാ. നമുക്ക് ഈ ചാനൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ കിടന്നോട്ടെന്ന്. ഒരു കുറെ കഴിഞ്ഞ പിള്ളേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവര് യൂസ് ചെയ്തോട്ടെ. നമ്മൾ മെയിൻ ചാനലിലാവും മെയിൻ ആയിട്ട്. പക്ഷെ ഇതില് തുടർക്കഥായിട്ട് ഇങ്ങനെ നോക്കുക, പറയാൻ പറ്റൂല. ലാസ്റ്റ് എല്ലാതും കൂടി എടുത്തിട്ട് എനിക്ക് എന്താവുകയാണോ. കാരണം നല്ല മെനക്കെട്ട പരിപാടിയാണ് ഈ തുടർക്കഥ ആയാലും ഒറ്റക്ക് കഥ തീരുന്നതായാലും നല്ല മെനക്കെട്ട പരിപാടിയാണ്. എന്നിട്ടാ ഞാന് കിനാവിന്റെ ലോകത്ത് തന്നെ കണ്ട ഒരു കഥ അവിടെ മെയിൻ ചാനലിൽ ഇട്ടിരുന്നു. അത് പിന്നെ ഞാന് ഒരു ഇതുകൊണ്ട് പ്രൈവറ്റ് ആക്കേണ്ടി വന്ന് അത് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇതിലിട്ടിട്ട് ഇൻഷാ അല്ലാഹ് നാളേറ്റ് വരും. ഇതിലിട്ടിട്ട് അപ്പോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ മെയിൻ ചാനൽ ബിലു ടോക്സ് വ്ളോഗ് ചാനൽ സപ്പോർട്ട് ചെയ്തിരുന്ന പോലെ എൻ്റെ ഈ NK വേൾഡ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. എനിക്കല്ലല്ല, FN ആണ് കേട്ടോ. എൻ്റെ ഞാൻ എന്തൊക്കെയാ പറയുന്നത്, FN. ഇതാ പറഞ്ഞത്. വർത്താനം പറയാൻ നിന്ന ചടപടച്ചിട്ട് എന്താ ഞാൻ പറയണത് എനിക്ക് പോലും ബോധമുണ്ടാവില്ല. അങ്ങനെ ട്ടാ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. നിങ്ങൾ എന്നെ മറന്നാലും നിങ്ങളെ ഞാൻ മറക്കൂല. ഡെയിലി നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഈ ചടപട വർത്താനം പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നത്. നമ്മൾ പയറായിരുന്നു. കുറച്ച് നേരം വൈകിട്ടോ ഒന്ന് ഇപ്പൊ അത് തിരിച്ചു കഴിയാതായി. അങ്ങനെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വഴി എല്ലാ കാര്യങ്ങളും പറയണ്ട്. അപ്പൊ ഇന്നത്തെ അതിന്റെ ഈ ചടപട വർത്താനം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്, എനിക്കാണെന്നുണ്ട് ഈ നേരം ഒഴുകണുണ്ട്. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഇനി തുടർക്കഥായിട്ട് ഞാൻ വരട്ടോ. അപ്പൊ ഇന്നെ ഇഷ്ടപ്പെടുന്നവർ ഇനി തുടർക്കഥ കണ്ടോളൂ. ഞാൻ ചടപ്പിച്ച് കൊന്നോളാം. അങ്ങനെ ഞാൻ തമാശ പറയാട്ടോ. നിങ്ങൾ എന്റെ കൂടെ എന്നും ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാലോ. അപ്പൊ ഓക്കെ, ബൈ.